എൻ്റെ പേര് കിരൺ. എൻ്റെ പേര് ദിയ. അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു അടുത്തായിട്ട് ഇന്റർ കാസ്റ്റ് മാരേജ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പം വലിയ രീതിയിൽ ഒരു പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്കായിട്ട് ആരും സപ്പോർട്ട് ചെയ്യാനും ഇതാക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതുവരെ ഇങ്ങനെ സംസാരിക്കേണ്ട ഒരു അവസ്ഥ വന്നത്. അപ്പോൾ ഇതിനകത്തൊരാൾ ഒരു ഓഡിയോ ഇട്ടതിൻ്റെ പേരിലാണ് ഇത്രയും ആൾക്കാർ അത് ഏറ്റുപിടിച്ചിട്ട് ഇങ്ങനെ വ്ളോഗ് ചെയ്യുന്നതും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ആരും ഇതുവരെ എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് ആരും ഇതുവരെ അന്വേഷിച്ചിട്ടില്ല, ഇതാക്കിയിട്ടുമില്ല. അപ്പോൾ എന്താണെന്നുള്ളത് നമ്മൾ തന്നെ തുറന്നു പറയാന്നുള്ള ഇതിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിനകത്ത് പറയുന്നത് സത്യം തന്നെയാണ്. കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ക്ലിനിക്കിലെ ലാബിൽ നിന്ന് പരിചയപ്പെട്ടാന്ന്, അങ്ങനെ സ്നേഹത്തിലായതാണ്. നമ്മളതിനെ തുടർന്നിട്ട് സ്നേഹത്തിൻ്റെ നമ്മൾ എന്തായാലും ഒന്നിക്കാന്നുള്ള രീതിയിലാണ് നമ്മൾ കല്യാണം നേരി മുന്നോട്ടേക്ക് പോയത്. അതും ഇങ്ങനെയൊന്നും ഇതാക്കിയിട്ട് ഒരു വീട്ടുകാർ ഇതാക്കിയിട്ട് സങ്കടപ്പെടുത്തി ചെയ്യണമെന്ന് വെച്ചിട്ടൊന്നും ഇതാക്കിയതല്ല. രണ്ട് വീട്ടിലും പോയിട്ട് പെരുന്നാളിന് ശേഷം രണ്ട് വീട്ടിലും പോയിട്ട് സംസാരിച്ചിട്ട് ഇതാക്കിയിട്ടെല്ലാം ചെയ്യാന്നുള്ള രീതിയിൽ തന്നെയാണ്. അതിൻ്റെ ഇടക്കാണ് ഇവിടെ വീട്ടിലൊരു ഇഷ്യൂ ആയതിനെ തുടർന്നാണ് പെട്ടെന്ന് അങ്ങനെ ഇറങ്ങി വരേണ്ടി വന്നതും എല്ലാം പെട്ടെന്ന് തരും. അതാണ്, ഒന്നും പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല. അങ്ങനെ ഇപ്പം കഴിഞ്ഞ ഫെബ്രുവരി 27 നിങ്ങൾ എൻ്റെ ഒപ്പം വരുന്നത്. നമ്മൾ എന്നിട്ട് വേറെ എവിടെയും പോയില്ല, നേരെ വളവാട്ടണം സ്റ്റേഷനിൽ പോയി അവിടെ SI-നെ കണ്ട് സംസാരിച്ചപ്പം പറഞ്ഞു, നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ വേഗം കല്യാണം കഴിക്കാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്ക്, എന്നിട്ട് നേരെ സ്റ്റേഷനിലേക്ക് വന്നാൽ മതി, അവിടുന്ന് വീട്ടുകാരെ വിളിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞു. നമ്മളങ്ങനെ ഇപ്പോൾ ഇന്റർ കാസ്റ്റ് ആയിട്ട് തന്നെ കഴിക്കണം എന്നുള്ളതുകൊണ്ട് നമ്മൾ കുറേ അന്വേഷിച്ച് എവിടെ നിന്നാണ് കാസ്റ്റ് മാറാണ്ട് ഇങ്ങനെ കഴിക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളോ. അപ്പോൾ അങ്ങനെ ഒരു ഫ്രണ്ട് പറഞ്ഞതിൻ്റെ പേരിൽ നമ്മൾ കോഴിക്കോട് ആര്യ സമാജത്തിലെത്തി. അപ്പോൾ അവിടെ പോയി അന്വേഷിച്ചപ്പോൾ, അവിടെ എത്തിയിട്ട് അന്വേഷിച്ചപ്പോഴാന്ന് പറഞ്ഞത് അവിടെ ഇപ്പോൾ കാസ്റ്റ് മാറിയാൽ കൈവേഗം മാരേജ് ചെയ്ത് കൊടുക്കുന്നതാണ്. അത് വെച്ചാൽ നമുക്ക് സർട്ടിഫിക്കറ്റ് വേണ്ടതുകൊണ്ട് അങ്ങനെ ഇതാക്കിയേ പറ്റും. അങ്ങനെ ഇത് അവിടെ എത്തിയപ്പോൾ അത് നടക്കില്ല എന്നുള്ളതിൽ അവിടെ നിന്നുള്ളൊരു ചങ്ങായിമാരെ വിളിച്ചിട്ട് നമ്മൾ അന്വേഷിച്ചിട്ടാണ് ഇങ്ങനെ അവിടെ ഒരു കോഴിക്കോട് പാളയ റോഡിൽ ഒരു വൈരാഗി മഠം എന്ന് പറഞ്ഞൊരു മഠം ഇത് കുറിച്ചാണ്. അങ്ങനെ അന്വേഷിച്ച് നോക്കിയപ്പോൾ അവിടെ ആകുമ്പോൾ കാസ്റ്റ് മാറണ്ട, രണ്ടാളുടെ കാസ്റ്റ് തന്നെ കഴിക്കാം. അവിടെ ഇങ്ങനെ ഏത് കാസ്റ്റിലുള്ളവർക്കാരും പ്രൊഫഷനുള്ളൊരു മഠമാണ്, അമ്പലമല്ല. അപ്പോൾ അതും കുറേ ആൾക്കാർ വ്യാജ ഇതിൽ പ്രചരിപ്പിക്കുന്നുണ്ട്, ഇങ്ങനെ അമ്പലത്തിൽ പോയിട്ട് ഇതാക്കുന്നുണ്ട്. നമ്മളെ നാട്ടിലെ മുത്തപ്പൻ്റെ എല്ലാം മഠം പോലെ ഏത് ജാതിക്കാർക്കും മതക്കാർക്കും വരാനും ഇതാക്കാനും പറ്റുന്ന ഒരു മഠമാണത്. ചടങ്ങ് ഉണ്ടാവുന്നൊന്നും വിചാരിച്ചിട്ടില്ല, നമുക്കറിയില്ല. ഇങ്ങനെയുള്ള ചടങ്ങുകൾ നമ്മൾ പ്രതീക്ഷിച്ചില്ല. നമ്മളെ സംബന്ധിച്ചിട്ട് അതിന്ന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിയമപരമായിട്ടുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ അല്ലെങ്കിൽ 45 ദിവസവും മറ്റും ഇത് നോട്ടീസ് ബോർഡിൽ ഇടണം. അങ്ങനെയുള്ളൊരു വിഷയമുള്ളതുകൊണ്ട് വേറെ രജിസ്റ്റർ ചെയ്തെന്ന് വന്നു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ തീരുമാനം ആക്കി തരാന്നുള്ള രീതിയിൽ നമ്മളങ്ങനെ നടത്തിയത്. പിന്നെ നടത്തിയിട്ട് നിങ്ങളെല്ലാവരും ആ ഒരു രീതിയിലുള്ള ഫോട്ടോ കണ്ടിട്ടുണ്ടാവും. പക്ഷേ എങ്കിൽ അതിനകത്ത് നിൽക്കാവുന്നുള്ള ലെവലിലും അവിടുന്ന് അമ്പലത്തിൽ നിന്ന് കൈപിടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഹിന്ദു ആചാരപ്രകാരം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ ആൾക്ക് അറിയില്ല. നമുക്കെല്ലാം അറിയുന്ന ആൾക്കാർക്ക് ആ മഠത്തിനെ കുറിച്ച് അന്വേഷിച്ച് അറിയാം. അവിടെ എല്ലാവർക്കും പ്രൊഫഷനുള്ള സ്ഥലമാണ്. അല്ലാണ്ട് ഇവളെ ഞാൻ കാസ്റ്റ് മാറ്റാൻ നിന്നിട്ട് ഞാൻ കൊണ്ട് മാറാൻ നിന്നിട്ട് നമ്മൾ രണ്ടാളും ഇന്ന് വിശ്വസിക്കുന്ന മതത്തിൽ തന്നെയാണ് നമ്മൾ രണ്ടാളും ഉള്ളത്. പിന്നെ അവിടുന്ന് കോർപ്പറേഷൻ തന്നെ, കോഴിക്കോട് കോർപ്പറേഷൻ തന്നെ 1-ാം തീയതിയാണ് കല്യാണം കഴിക്കുന്നത്. 1-ാം തീയതി കഴിച്ചിട്ട് അവിടെ നിന്നുള്ള കോർപ്പറേഷൻ തന്നെ നമ്മൾ ഈ മഠത്തിലുള്ള സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി അന്ന് തന്നെ രജിസ്റ്റർ ചെയ്ത് നമുക്ക് 5-ാം തീയതി കിട്ടീന്. ഇത് മാരേജ് സർട്ടിഫിക്കറ്റ് 5-ാം തീയതി കിട്ടീന്. അപ്പോൾ അന്ന് തന്നെ നമ്മൾ രാത്രി വളവാട്ടം സ്റ്റേഷനിൽ എത്തിന് 1-ാം തീയതി. അങ്ങനെ അവിടുന്ന് നമ്മളെ വീട്ടുകാരെ വിളിച്ച് എല്ലാവരും വന്ന് കാര്യങ്ങൾ സംസാരിച്ച്, ആരും ഒന്നും മോശമായിട്ടൊന്നും ഉള്ള രീതിയിലൊന്നും സംസാരിച്ചിട്ടുണ്ടായില്ല. എല്ലാവരും കൂടെ വന്ന എല്ലാവർക്കും എന്നോട് നല്ല രീതിയിൽ തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ സംസാരിച്ചിന്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് അവിടുന്ന് ഇവളെ ഇതിൽ മിസ്സിംഗ് കേസ് ചക്കരക്കല്ലിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരുന്നു ഇവിടെ വീട്ടുകാർ ആദ്യം. അപ്പോൾ ഇവിടെ അന്ന് എൻ്റെ അപ്പുറം വിട്ടിട്ടുണ്ടായിട്ട ഇവിടെ പോലീസുകാരെ ഇതിലുണ്ടായത് അന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം മജിസ്ട്രേറ്റിൻ്റെ ഹാജരാക്കാൻ കൊണ്ടുപോകുമ്പോൾ രണ്ടാളെ അന്നെ വിളിച്ചായിരുന്നു, ഇവിടെ വീട്ടുകാരെ വിളിച്ചായിരുന്നു. ഇവിടെ വീട്ടിൽ നിന്ന് ആരും വന്നിട്ടില്ല. അങ്ങനെ മജിസ്ട്രേറ്റിനൊക്കെ പോയിട്ട് ഇവിടെ എൻ്റെ കൂടെ വരുന്നെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ വിട്ടായിരുന്നു. അപ്പം അന്ന് തൊട്ടിട്ട് കുറേ പ്രശ്നങ്ങളാണ്. നമുക്ക് നാട്ടിൽ നിൽക്കാനൊന്നും പറ്റിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഒളിവിൽ നിൽക്കുന്ന പോലെയുള്ള റൂമിൻ്റെ ഉള്ളിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത പോലെ അങ്ങനെ ആയിട്ടുള്ള ഒരാൾ ഒരു വാട്സപ്പിൽ ഒരു ഓഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർ 2 കല്യാണം കഴിച്ചാണ്. ആ ഒരു ഓഡിയോ പിന്നെ 2 മാസം മുന്നേ രജിസ്റ്റർ ചെയ്തിട്ട് ഇപ്പം കല്യാണം കഴിച്ചാണ്. അതൊന്നല്ല, നമ്മൾ മാരേജ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം ഇതിൽ കാണിക്കാം. അപ്പോൾ കുറേ ആൾക്ക് മനസ്സിലാവും. പിന്നെ ഈ അമ്പലത്തിൻ്റെ പ്രശ്നം പറഞ്ഞാൽ ഈ മഠത്തിനെ കുറിച്ച് അന്വേഷിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. നമ്മൾ വേറെ കാസ്റ്റ് മാറാൻ ഇതാക്കാനോ, ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിലില്ല, അതുകൊണ്ട് ഒരു മതത്തിന് ഇതാക്കാനോ നിന്നിട്ടൊന്നുമില്ല. എന്നെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ എന്നെക്കുറിച്ച് അറിയുന്ന ആൾക്കാർ പറഞ്ഞില്ല, എനിക്ക് ഹിന്ദുക്കളെക്കാട്ടിയും കൂടുതൽ മുസ്ലിംസ് ഫ്രണ്ട്സ് തന്നെ ഉള്ളത്. നമ്മളൊന്നും ആ രീതിയിൽ അങ്ങനെ നമ്മൾ വയ്യാമ്പലം ഞാൻ ജനിച്ചത്, നമ്മളൊന്നൊരു അങ്ങനെ ഒരു രീതിയിൽ വളർന്നു വന്നത്. നമുക്കൊന്നൊരു മതത്തിൻ്റെ പേരിലൊന്നും ആരും നമ്മൾ ഇതുവരെ ഇതാക്കിയിട്ടില്ല. എന്നെയും ഇതുവരെ എൻ്റെ ചങ്ങായിമാർ അങ്ങനെ ആക്കിയിട്ടില്ല. ഇതിലാണെങ്കിൽ പരിപാടിക്കാണെങ്കിൽ അവർ വീട്ടിലുള്ള പരിപാടിക്കാന്ന് ഞാനും പോകും, അവർ തിരിച്ചു ഇങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ആ ഒരു ഓഡിയോനെ വെച്ചിട്ട് ആ ഒരു ഓഡിയോനെ മാത്രം വിശ്വസിച്ചിട്ട് എന്താണെന്ന് കൂടി അന്വേഷിക്കാണ്ട് കുറേ ആൾക്കാർ അതിൻ്റെ വീഡിയോ വളരെ മോശമായിട്ട് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന കല്യാണം കഴിച്ചെന്നെല്ലാം പറയാം. ഞങ്ങൾക്ക് 45 വയസ്സായി എന്നെല്ലാം പറയുന്ന ആൾക്കാരുണ്ട്. ഈ മാരേജ് സർട്ടിഫിക്കറ്റ് വയ്ക്കാൻ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും മനസ്സിലാവും.
പിന്നെ വീട്ടിൽ ഞാൻ കുറേ സാധനങ്ങൾ എടുത്തിട്ട് വന്നിട്ടുണ്ട് പറയുന്നുണ്ട്, ഞാൻ ഒന്നും എടുക്കാണ്ട വന്നത്. അത് പറഞ്ഞിന് അത് വണ്ടിക്കിൽ ഞാൻ ഇത് കേട്ടപാട് ഒരു യൂട്യൂബ് വ്ലോഗിൽ ഒരാൾ പറയുന്നുണ്ട് ഇവിടെ എന്തെല്ലാം സ്വർണവും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടാണ് വന്നതെന്ന്. ഒന്നും എടുത്തിട്ടില്ല വരുമ്പോൾ. പിന്നെ കഴിഞ്ഞ ഫെബ്രുവരി 14 എൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതാ. ആ സമയം തന്നെ ഞാൻ വീട്ടിൽ പറഞ്ഞതാണ് എനിക്ക് താല്പര്യമില്ല. പിന്നെ അവരൊന്നും കേൾക്കുന്നുണ്ടായിട്ടില്ല, കുറേ പ്രശ്നമെല്ലാം ഉണ്ടായിന്. അങ്ങനെ ഇത് ലാസ്റ്റ് കഴിഞ്ഞ 20 ഇറങ്ങുന്നതിൻ്റെ തലേന്ന് പറഞ്ഞ്. അപ്പോൾ ആദ്യം ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇത് എന്തായാലും വിളിച്ചേ പറ്റും, മെസ്സേജ് പറ്റും, എന്തായാലും നോക്കി പറ്റുള്ള ഒരു ഇത് കൊണ്ടാണ് ഞാൻ പിന്നെ ഒന്ന് നോക്കാണ്ട് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇറങ്ങി വന്നത്. അപ്പോൾ ഇങ്ങനെയല്ലാന്ന് കുറേ കാര്യങ്ങൾ നമുക്കിത് നമ്മളെ കൊണ്ട് സംസാരിക്കാൻ വേറെ ആരും ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വീഡിയോ ചെയ്യണമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഈ കല്യാണം കഴിച്ചെന്ന് പറയുന്ന ആൾക്കാരും ഇത് യൂട്യൂബിൽ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർക്കും അന്വേഷിച്ചാൽ തിരിയും. ഞാനിപ്പോൾ ഇവിടെ കല്യാണം കഴിച്ചപ്പോൾ എനിക്ക് നിയമപരമായിട്ടുള്ളൊരു മാരേജ് സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതേപോലെ ഞാൻ ഇതിന് മുന്നേ 2 കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരും ഇവിടെ ഹാജരാക്കുന്നില്ല, ആരും ഇത് വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാണ് ഇങ്ങനെ പറയുന്ന 2 ഭാര്യമാരുണ്ട്, 2 കുട്ടികളുണ്ട്. എന്നാലും ഇപ്പം ലാസ്റ്റ് ഞാനിപ്പോൾ അടുത്തുണ്ട് 2 കുട്ടികളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവർ ആരെങ്കിലും മുന്നോട്ടേക്ക് വരണ്ടേ? ഞാൻ കല്യാണം കഴിച്ച ആരെങ്കിലും മുന്നോട്ടേക്ക് വരണം. ആ ഒരു ഓഡിയോ കേട്ടിട്ടാണ് ഇത്രയും വ്ളോഗും കാര്യങ്ങളെല്ലാം ഇറങ്ങിയത്, ഒന്നും അറിയാണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതിനെ കൊണ്ട് നിങ്ങൾ ആരും വിശ്വസിക്കണമെന്നില്ല. ഈ പറയുന്ന ഈ നമ്മളെ ഇതാക്കാൻ നോക്കുന്ന എല്ലാവർക്കും അന്വേഷിച്ച് നോക്കാം, എന്താണ് സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷിച്ച് നോക്കാം. എൻ്റെ നാട് കണ്ണൂരാണ്, അലവിൽ നിന്ന് അറിയും. അപ്പോൾ അവിടെ പോയിട്ടാലും അന്വേഷിച്ച് നോക്കാം. അവർക്കാർക്കാരും എല്ലാവർക്കും കല്യാണം എല്ലാം കഴിഞ്ഞാൽ അറിയാണ്ടാരും നിൽക്കില്ലല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ ഈ സൈറ്റിൽ തന്നെ മാരേജിൻ്റെ സൈറ്റിൽ തന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ തന്നെ അന്വേഷിച്ചാലോ, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മളെ ഈ കേസ് ഉണ്ടായത് 2 പോലീസ് സ്റ്റേഷനിലാണ്, കണ്ണൂർ വളവാടം സ്റ്റേഷനിലും കണ്ണൂർ ചത്രക്കൽ സ്റ്റേഷനിലും. അപ്പോൾ അവിടെയായിട്ട് ബന്ധപ്പെട്ടാൽ വരെ അറിയാൻ പറ്റും ഇത് ഇങ്ങനെ കല്യാണം കഴിഞ്ഞതാണെന്ന് മുഖാന്തരം നിങ്ങൾക്ക് ആർക്കൊണ്ടെങ്കിൽ അന്വേഷിച്ച് നോക്കാം. ഇതെൻ്റെ ജീവിതത്തിൽ 1ാമത്തെ കല്യാണമാണ്. പിന്നെ ഇത് കുറേ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട്, എന്താണെന്നുള്ള സത്യാവസ്ഥ അന്വേഷിക്കാണ്ട് ഇതാക്കി എല്ലാവരും എന്താ പറയുക വ്ളോഗ് ചെയ്ത് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ജീവിതം കൊണ്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ടേക്ക് ജീവിച്ചിട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിൽ ഇവരെല്ലാവരും കൊണ്ടുവന്ന് എത്തിച്ചേരുന്നുണ്ട്. നമ്മൾ രണ്ടാളും പിന്നെ ഇതിങ്ങനെ തന്നെ തുടർന്ന് പോകുകയാണെങ്കിൽ രണ്ടാളും സത്യം പറഞ്ഞാൽ ആത്മഹത്യ ഉണ്ട്, വേറെ വഴിയൊന്നുമില്ല. അങ്ങനെ നാട്ടിലിറങ്ങാൻ പറ്റാത്ത ഇതുണ്ട്. ഇങ്ങനെ ഒരു വ്യാജ ഇത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്തായാലും എങ്ങനെയാണ് ഉണ്ടാവുമെന്ന് നമ്മൾ എല്ലാവർക്കും അറിയാം. നല്ല രീതിയിൽ എനിക്കും രാത്രി പുറത്തിറങ്ങാൻ രാത്രി നല്ല പകൽ വരെ പുറത്തിറങ്ങാൻ കഴിയില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. അതൊന്നും നേരിടാനൊന്നും നമുക്ക് കഴിയുന്നില്ല. ഒറ്റയ്ക്ക് നിന്നിട്ട് എത്ര വെച്ചിട്ട് നമ്മളങ്ങനെ നേരിടാം. പിന്നെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ പിന്നെ ഈ സ്വർണ്ണവും ഇവളെ നിൽക്കാൻ വേണ്ടിയിട്ട് വെച്ച എല്ലാ സ്വർണ്ണം എടുത്തിട്ടാണ് വന്നതെന്നെല്ലാം പറയുന്നുണ്ട്. അത് ഞാൻ കേട്ടപ്പാട് ഇവളെ ഉമ്മാക്ക് ഞാൻ മെസ്സേജ് അയച്ചതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ സ്വർണ്ണം എന്തെങ്കിലും എടുത്തിനോ? ഓർ പറഞ്ഞു വെച്ചാൽ നീ സ്വർണ്ണം എടുത്തിനെങ്കിൽ പ്രശ്നമില്ല, നമ്മളെ മോളെ കൊണ്ട് പോയി എന്നിട്ട് ഉമ്മ ഇപ്പം പൊരുത്തപ്പെട്ടിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ അത് ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ ഇവിടെ കാണിച്ചില്ല. ഒരു സാധനം എടുത്തിട്ടില്ല. ആകെ ഇവളെ വരുമ്പോൾ ഇട്ടിട്ട് വന്ന് ഡ്രസ്സ് ഇട്ടിട്ട് വന്നതിന്, പിന്നെ ഇവളെ ഇവളെ മൊബൈൽ ഉണ്ടതിന്. അത് രണ്ടും നമ്മൾ 2ാമത് പോലീസ് സ്റ്റേഷനിൽ വന്ന സമയം അവളെ ഉമ്മാൻ്റെ ടൈമിൽ ഫോണും സിമ്മും അടക്കം എല്ലാ കാര്യങ്ങളും എല്ലാം തിരിച്ചേൽപ്പിച്ചിന്. ഒരു കാര്യം എടുത്തിട്ടില്ല, ഒന്നും എടുത്തിട്ടില്ല. ഇതെല്ലാം നിങ്ങൾക്ക് വേറെ ആയിട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കറക്റ്റ് മനസ്സിലാവും എന്തെല്ലാമാണ്. ബാക്കി എല്ലാം കുറേ ആൾക്കാർ ഇതാക്കിയത്. നമ്മളിപ്പോൾ നമുക്ക് വേറെ വഴിയില്ല. ആദ്യമേ ഒരു വ്ളോഗ് നമ്മൾ കണ്ടു കഴിഞ്ഞു. പിന്നെ നമ്മൾ